ഫ്രണ്ടിനെ സമീപഭാവിയിൽ സംസ്ഥാനത്ത് നിരോധിക്കാൻ സാധ്യത. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം വ്യാപകമായി അന്വേഷണം തുടങ്ങി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇന്റലിജൻസ് എഡിജിപിയെ ചുമതലപ്പെടുത്തിയെന്നാണ് വിവരം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഏറെ കടമ്പകളുണ്ട്. അതിന്റെ ആദ്യപടിയായിട്ടാണ് വിവരശേഖരണം. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്. സംഘടനയുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇന്റലിജൻസ് എഡിജിപി സിബി മാത്യൂസിനെ ചുമതലപ്പെടുത്തിയെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യം സമ്മതിക്കാൻ ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ തയ്യാറായില്ല. മൂവാറ്റുപുഴ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. സംഘടനയുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും തീവ്രവാദ ബന്ധങ്ങളുണ്ടെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. NDF-ന്റെ പിന്തുടർച്ചയാണ് പോപ്പുലർ ഫ്രണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേതാക്കളുടെ സെമി ബന്ധവും പോലീസിന് തലവേദനയാണ്. ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കുന്ന രഹസ്യ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. സംഘടനയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതിനും ഏറെ കടമ്പകളുണ്ട്. ഇതിനിടെ ഓഗസ്റ്റ് 15-ന് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ഫ്രീഡം പരേഡ് സംസ്ഥാന സർക്കാർ നിരോധിക്കുമെന്നാണ് സൂചന. സംഘടനയുടെ നേതൃത്വത്തിൽ കായിക പരിശീലനവും ആയുധ പരിശീലനവും നടക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ട അടുത്ത കാലത്തെ കേസുകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ജോഷി കുര്യൻ,